ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടാവും. ആ സമയത്ത് മോള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലെ സ്ത്രീ, അവരുടെ പേര് സിന്ധു എന്നാണ്. സിന്ധു എന്ന് പറയുന്ന ആളാണ് നമ്മളെ അമ്മേൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. വിളിച്ചിട്ട് നമ്മളോട് പറയുന്ന സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ആരുടെയോ കൂടെ ഒളിച്ചോടി പോയി, ഫോണും ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ സ്റ്റേഷനിൽ പോകണോ വേണ്ടിയോ എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലയിൻറ്റ് കൊടുക്കണം, ഞങ്ങളും വരാം സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഹസ്ബൻഡ് വണ്ടി എടുക്കാൻ പോയ സമയത്ത് നമ്മൾ വീണ്ടും തിരിച്ച് അവരെ വിളിക്കുക ചെയ്യുന്നുണ്ടായിരുന്നത്. എന്താ നിങ്ങൾ പോയോ ഇറങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് അവർ പറയുന്നത് കുട്ടി സേഫാണ്, നിങ്ങളിപ്പോൾ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് കുട്ടി ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ കൽപ്പറ്റ സ്നേഹാലയം എന്ന് പറയുന്ന ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലത്താണ്, സ്ത്രീകൾ മാത്രമുള്ളതാണ്, അവിടെ കുട്ടി സേഫാണെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ ഞങ്ങളെ കുട്ടീൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം, അവിടെ സംസാരിക്കാൻ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് തരുമോ, അല്ലെങ്കിൽ പോലീസുകാരെ നമ്പർ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോന്നാണ്. വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഞങ്ങൾ നമ്പർ എടുക്കാനും പിടിക്കാനും ഒന്നും നിന്നില്ല. അപ്പം തന്നെ നമ്മൾ അമ്പലവയൽ സ്റ്റേഷനിൽ പോയി. അവിടെ പോയപ്പോഴും സ്റ്റേഷനിൽ നമ്മളെ ആരും ഇൻഫോം ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു നിമിഷം വരെ നമ്മൾ ഇങ്ങനൊരു കുട്ടി നിങ്ങളുടെ കുട്ടിയാണോ, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് ഇതുവരെ ആരും നമ്മളെ ഇൻഫോം ചെയ്തിട്ടില്ല. അവിടെ ഇന്നലെ, അതായത് ഇന്ന് വെളുപ്പിന് ഏകദേശം ഒരു 4:30 മണിയോടുകൂടിയാണ് നമ്മൾ അമ്പലവയൽ സ്റ്റേഷനിൽ എത്തുന്നത്. അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഇതേപോലെ ഏകദേശം ഒരു 10:30 കുട്ടി അവിടെ റീച്ച് ആവുന്നതെന്നുള്ളതും അതിനുശേഷം കുട്ടീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം കുട്ടീനെ സ്നേഹാലയത്തിൽ കൊണ്ടുവന്ന് വിട്ടു. ഇതാണ് ഇന്ന് വെളുപ്പിനെ നമുക്ക് അമ്പലവയലിൽ നിന്ന് പോലീസുകാർ നൽകിയ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു കുട്ടീനെ നമുക്ക് കാണാൻ പറ്റുമോ, നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള അന്വേഷിച്ചപ്പോൾ ഇവരുടെ ഒരു പ്രൊസീജിയർ പ്രകാരം ഇന്ന് രാവിലെ മാത്രമേ കുട്ടീനെ നമുക്ക് വിട്ടു തരുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതനുസരിച്ച് നമ്മൾ ഇന്ന് രാവിലെ ഒരു 10:30 അവർ പറഞ്ഞ സമയമാണ്, അമ്പലവയലിലെ പോലീസുകാർ പറഞ്ഞ സമയം ഏകദേശം ഒരു 10:30 മണി. ഇന്ന് രാവിലെ ഒരു 10:30 നമ്മൾ അമ്പലവയലിലേക്ക് പുറപ്പെടുകയും അവിടെ എത്തുന്നതിന് കുറച്ച് മുന്നേ ഇവിടെ സ്നേഹാലയത്തിൽ നിന്ന് നമുക്ക് കോള് വരിക ചെയ്തത്, കുട്ടി മാനസികമായിട്ട് ഓക്കെ അല്ലാത്തത് കൊണ്ട് പോലീസുകാരുടെ കൂടെ പോകാൻ ആൾ വില്ലിങ് അല്ല. സോ പാരൻസ് ആരെങ്കിലും വന്ന് കുട്ടീനെ റിസീവ് ചെയ്താൽ മാത്രമേ അവർക്ക് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയ സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ച് കൽപ്പറ്റ വരികയും ഏകദേശം ഒരു 11:45 നമ്മളിവിടെ എത്തുന്നത്. ഇവിടെ എത്തി നമ്മൾ കുട്ടീനെ റിസീവ് ചെയ്യുന്നു. ഇവിടെ റിസീവ് ചെയ്തിട്ട് അവിടെ വെച്ചാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അറിയുന്നത് കുട്ടി ഇങ്ങനെ ഒരു ശാരീരികമായിട്ട് ഇത്രയും ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ സ്നേഹാലയത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ കൗൺസിലർ കുട്ടീനെ കൗൺസിൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒന്നും അറിയാത്തത് കൊണ്ട് ഇവിടുത്തെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, അതായത് കൽപ്പറ്റ സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് അവിടുത്തെ മാഡത്തിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവരാണ് പറയുന്നത് അമ്പലവയൽ പരിസരത്തായതുകൊണ്ട്, ഈ ഒരു സംഭവം നടക്കുന്നത് അമ്പലവയൽ സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് അവിടെയാണ് ഇത് FIR ഇട്ട് കേസായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിയോടുകൂടി, ഇന്ന് ഉച്ചക്ക് 1 മണിയോടുകൂടി അമ്പലവയലിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ട് അവിടുത്തെ പോലീസുകാരോടും അവിടെയുള്ള സീനിയർ ഓഫീസർമാരോടൊക്കെ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവരോട് FIR ഇടാൻ, നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ ലീഗലായിട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ളത് അറിയിച്ചിട്ട് പോലും അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കുപോക്കുകൾ അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ വെറുതെ ഇരിക്കുക, ഭക്ഷണം പോലും എൻ്റെ കുട്ടി കഴിച്ചിട്ടുണ്ടായില്ല. ഇന്നലെ രാത്രി മുതലും എൻ്റെ കുട്ടി പട്ടിണി പോലെ ഇരിക്കണം. ആ കുട്ടീനെ അവർ അത്ര നേരം ആ സ്റ്റേഷനിൽ അവിടെ ഇരുത്തി.